ബ്രയോഫൈറ്റ്സിലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ബ്രയോഫൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫോക്കസ് പോയിന്റിലും ബ്രയോഫൈറ്റ്സ് പറയുന്നുണ്ട്. 34-ാമത്തെ പേജും 35-ാമത്തെ പേജും എടുത്ത് പറയുന്നുണ്ട്. ഇനി എന്താണ് ബ്രയോഫൈറ്റ്സ്? ഈ പടം കാണിച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ പടം കാണിച്ചിട്ട് ഇത് പറയുകയുണ്ടായി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇതെല്ലാം ബ്രയോഫൈറ്റ്സ് ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ബ്രയോഫൈറ്റ്സ്? നമ്മൾ പ്ലാന്റ് കിങ്ഡം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു അക്വാട്ടിക് പ്ലാന്റ്സ് പറഞ്ഞു, ലാൻഡ് പ്ലാന്റ്സ് പറഞ്ഞു. അക്വാട്ടിക് പ്ലാന്റ്സ് ആൽഗെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ലാൻഡ് പ്ലാന്റ്സിനെ രണ്ടായി തരംതിരിക്കുന്നു പറഞ്ഞു. അതാണ് നോൺ വാസ്കുലർ പ്ലാന്റ്സ് ആൻഡ് വാസ്കുലർ പ്ലാന്റ്സ്. നോൺ വാസ്കുലർ പ്ലാന്റ്സ് ആർ ഡിവോയിഡ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം, ബട്ട് വാസ്കുലർ പ്ലാന്റ്സ് കണ്ടെയ്ൻ സൈലം ആൻഡ് ഫ്ലോയം. ഇനി ബ്രയോഫൈറ്റ്, യു നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബ്രയോഫൈറ്റ്സ്? ബ്രയോഫൈറ്റ് വന്നിട്ടുള്ളത് ബ്രയോൺ മീൻസ്, then phytes means plants. Bryon means moss, then moss plants, that is bryophytes. ഇനി where they occur, the occurrence, ഇതെവിടെയാണ് കാണപ്പെടുക? മോയിസ്റ്റ് ഷെയ്ഡി പ്ലേസസ് ആണ്. മോയിസ്റ്റ് ഷെയ്ഡി പ്ലേസസ്. നമുക്കറിയാം ഈർപ്പമുള്ള അല്ലെങ്കിൽ കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കാത്ത ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് കാണപ്പെടുക. നമ്മുടെയൊക്കെ വാർപ്പിന് മുകളിൽ പോലും കണ്ടിന്യൂസ് മഴ പെയ്യുകയാണെങ്കിൽ അവിടെ പായൽ പിടിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് കാരണം മോസാണ്, ബ്രയോഫൈറ്റ്സ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ തിട്ടകളിലൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വീഴുകയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ പായൽ പിടിക്കും. കിണറ്റിൻ്റെ സൈഡിലൊക്കെ അതിനുള്ള കാരണക്കാരനാണ് ബ്രയോഫൈറ്റ്സ്. ഇനി നമുക്ക് ഈ ബ്രയോഫൈറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വഭാവങ്ങൾ, ക്യാരക്ടേഴ്സ് ഓഫ് ബ്രയോഫൈറ്റ്സ്. ക്യാരക്ടേഴ്സ്, ഒന്നാമത്തെ ക്യാരക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ്സ് ആണ്. ആദ്യത്തെ ലാൻഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ബ്രയോഫൈറ്റ്സ് എന്ന് പറയാം. ഇനി രണ്ടാമത് മറ്റേ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാരക്ടറാണ് ബ്രയോഫൈറ്റ്സ് ആർ ആൾസോ നോൺ ആസ് ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. ആംഫിബിയൻസ് നിങ്ങൾ സുവോളജിയിലൊക്കെ പഠിക്കും. ആംഫിബിയൻസ് എന്ന് വെച്ചാൽ ഉഭയജീവികൾ എന്നാണ്. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ളവരാണ് ആംഫിബിയൻസ്. പക്ഷേ ഇവർ കരയിൽ ജീവിച്ചാലും വെള്ളം അവർക്ക് അത്യന്താപേക്ഷിതമായി വരുന്നത് അവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്താണ്. ഗാമീറ്റുകൾ മെയിൽ ഗാമീറ്റ് ഫീമെയിൽ ഗാമീറ്റിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ അവിടെ വാട്ടർ എന്ന മീഡിയം വേണം. അപ്പോൾ ആംഫിബിയൻസ് വാട്ടർ എന്ന മീഡിയത്തിലൂടെ മാത്രമേ അവിടെ സെക്ഷൽ ഫ്യൂഷൻ നടക്കുകയുള്ളൂ. അതിവിടെയും ബ്രയോഫൈറ്റ്സിനും അങ്ങനെ തന്നെയാണ്. ബിക്കോസ് ദേ ക്യാൻ ലീവ് in soil but are depend on water for sexual reproduction. You know this reason, very important ആണ്. They can live in soil but they are depend on water for sexual reproduction because for the movement of male gamete to the female gamete. The third point, what is the body of bryophytes? Body of bryophytes. അവയുടെ ബോഡി എങ്ങനെയാണ് കാണപ്പെടുക? ഇവയുടെ ബോഡി രണ്ട് തരത്തിലുണ്ടാകും. ഒന്ന് പരന്നിരിക്കും, പ്രോസ്ട്രേറ്റ്, ആൻഡ് ഫ്ലാറ്റൻഡ്, ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ്. രണ്ട് സൈഡ് ഫ്ലാറ്റൻഡ് പരന്നിരിക്കും. ഫ്ലാറ്റൻഡ് ബോഡിയാണ്, പരന്നിരിക്കുന്ന ബോഡിയാണ്. അതേ ക്ലോസ്ലി അഡ്ഹറൻറ്റ് ഓൺ ദ സബ്സ്ട്രാറ്റ്. അപ്പം അതെവിടെയാണ് ഇരിക്കുന്നത് അതുമായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കും. അതാണ് ഫ്ലാറ്റൻഡ് ബോഡി അല്ലെങ്കിൽ ഡോർസി വെൻട്രൽ. പരന്നിരിക്കുന്ന ഫ്ലാറ്റായിട്ട് രണ്ട് വശങ്ങളുണ്ട്. മുതുക് വശമാണ് ഡോർസൽ സൈഡ്, അകവശമാണ് വെൻട്രൽ സൈഡ്. ഇനി അത് രണ്ടാമത്. അപ്പം നമുക്ക് ബ്രയോഫൈറ്റ്സിന് രണ്ട് വിഭാഗമുണ്ട്, അത് നമ്മളിനി പഠിക്കും. ഈ പ്ലാന്റ് ബോഡി ഉള്ളതിനെ ലിവർ വട്സ് എന്നാണ് പറയുക, ലിവർ വട്സ്. ഇനി എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്ലാന്റ് ബോഡി എന്ന് വെച്ചാൽ എറക്റ്റ് പ്ലാന്റ് ബോഡിയാണ്. എറക്റ്റ്, അതിനകത്ത് ലീഫ് ലൈക്ക്
റൂട്ട് ലൈക്കാണ്. നമ്മളത് പഠിക്കുന്നുണ്ട്. ഇത് മോസാണ്. ഇതിനകത്ത് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ കാണാം, ലീഫ് ലൈക്ക് സ്ട്രക്ചർ കാണാം, അതേപോലെ തന്നെ സ്റ്റെം ലൈക്ക് സ്ട്രക്ചറും കാണാം. ഇതതിൻ്റെ റീപ്രൊഡക്ടറി പാർട്ടാണ്. അത് സ്പോറോഫൈറ്റ് എന്ന് പറയും. അതിപ്പോൾ നമ്മൾ പഠിക്കും, സ്പോറോഫൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഡോർസിവെൻട്രൽ അല്ലെങ്കിൽ ഫ്ലാറ്റൻഡ്, ഇത് എറക്റ്റ് വിത്ത് റൂട്ടിലേക്ക്, സ്റ്റെമ്മിലേക്ക്, ലീഫിലേക്ക് ഓർഗാൻസ്. ഇനി 3. അപ്പോൾ ബോഡി എന്ന് പറഞ്ഞാൽ 2 തരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ബോഡി, മെയിൻ ബോഡി ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവയുടെ ബോഡി, നമ്മൾ ഈ കണ്ട ഈ ബോഡി നമ്മൾ ഗാമറ്റോഫൈറ്റ് എന്ന് പറയും. ഈ ബോഡി എന്ന് പറഞ്ഞാൽ ഗാമറ്റോഫൈറ്റ് ആണ്. 4ാമത്തെ പോയിന്റ്, gametophyte. Why this body is called gametophyte? Because you know what is gametophyte? Gameto means gametes. Gamete നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. Phyte means plants. അപ്പോൾ gametophyte means gamete producing plants എന്നാണ് അർത്ഥം. Gamete producing plants ആണ് gametophyte. അപ്പോൾ these plants can produce gamete. അപ്പോൾ ഈ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പ്ലാന്റിൽ എന്തുണ്ടാകും? ബിക്കോസ് ദേ പ്രൊഡ്യൂസ്, ദേ കണ്ടൈൻ സെക്സ് ഓർഗാൻസ്. അപ്പോൾ ഇവിടെ സെക്സ് ഓർഗാൻസ് ഉണ്ടാകും. അപ്പോൾ ഗാമറ്റോഫൈറ്റ് വിത്ത് 2 തരം സെക്സ് ഓർഗാൻസ് ഏതൊക്കെയാണ്? മെയിൽ സെക്സ് ഓർഗാൻസ് ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗാൻസ്. 2 തരം സെക്സ് ഓർഗാൻസ് ഉണ്ടാകാം. അതൊന്ന് മെയിൽ സെക്സ് ഓർഗാനാണ്, രണ്ടാമത്തേത് ഫീമെയിൽ സെക്സ് ഓർഗാനാണ്. അപ്പോൾ അത് നമ്മൾ 4ാമത്തെ ക്യാരക്ടറായിട്ട് അത് പറയാം. ദ മെയിൻ ബോഡി ഓഫ് ബ്രയോഫൈറ്റ് ഈസ് ഗാമറ്റോഫൈറ്റ് വിത്ത് മെയിൽ സെക്സ് ഓർഗാൻ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗാൻ. ഇനി മെയിൽ സെക്സ് ഓർഗാൻ്റെ പേരെന്താണ്? അതാണ് അടുത്തത് 5ാമത്തെ പോയിന്റ്. മെയിൽ സെക്സ് ഓർഗാൻ. മെയിൽ സെക്സ് ഓർഗാനെ വിളിക്കുന്ന പേരാണ് ആന്ത്രീഡിയം. മെയിൽ സെക്സ് ഓർഗാൻ ആന്ത്രീഡിയം. ആന്ത്രീഡിയം എന്ന് പറയുന്നത് ഒരു ക്ലബ്ബ് മീൻസ് ഗദ, ക്ലബ്ബ് ഷേപ്പ്ഡ് സ്ട്രക്ചറാണ്. ക്ലബ്ബ് മീൻസ് ഗദ എന്നാണ്, ക്ലബ്. അപ്പോൾ ഇതിൽ നിന്നും മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാകും. മെയിൽ ഗാമീറ്റ്സ് ആണ് ആന്തരോസോയിഡ്സ്. ഇതിൽ നിന്നും മെയിൽ ഗാമീറ്റ് അല്ലെങ്കിൽ ബൈഫ്ലജല്ലേറ്റഡ് ആന്തരോസോയിഡ്സ് ഉണ്ടാകും. ചലിക്കാൻ കഴിവുള്ള ബൈഫ്ലജല്ലേറ്റഡ്. ഓക്കെ, ഇനി അതേപോലെ ഫീമെയിൽ സെക്സ് ഓർഗാൻ്റെ പേരാണ് ആർക്കിഗോണിയം. അപ്പോൾ ഇത് ഫ്ലാസ്ക് ഷേപ്പ്ഡ് ആണ്, സംവാട്ട് ഫ്ലാസ്ക്. ഇങ്ങനെ വന്നിട്ട് ഫ്ലാസ്ക് പോലെ കാണപ്പെടും. ഫ്ലാസ്ക് ഷേപ്പ്ഡ് സ്ട്രക്ചർ. ഇത് ഫ്ലാസ്ക് ഷേപ്പ്ഡ് സ്ട്രക്ചറാണ്. ഇതിനകത്ത് ഫീമെയിൽ ഗാമീറ്റ് അല്ലെങ്കിൽ എഗ് ഉണ്ടാകും. അപ്പോൾ ഇതിനകത്തുള്ള ആന്ത്രോസോയിഡ് വെള്ളത്തിലൂടെ വന്ന് എഗ്ഗുമായി വരുമ്പോൾ ഇവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കും. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആർക്കിഗോണിയത്തിൽ വെച്ചാണ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? അപ്പോൾ ആന്ത്രോസോയിഡിനെ നമുക്ക് ഹാപ്ലോയിഡ് എന്ന് പറയാം. ഹാപ്ലോയിഡ് മീൻസ് എൻ കണ്ടീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ക്രോമസോം സെറ്റാണെങ്കിൽ അത് ഹാപ്ലോയിഡ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. അതേപോലെ എഗ്ഗും ഹാപ്ലോയിഡ് ആണ്, കാരണം അതിൽ ഒരു ക്രോമസോം സെറ്റാണ്. അപ്പം ഈ ആന്ത്രോസോയിഡ് എഗ്ഗുമായി ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ n+n ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് 2n അല്ലെങ്കിൽ ഡിപ്ലോയിഡാണ്. അങ്ങനെ ഇവയുടെ ഫ്യൂഷനിലൂടെ ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും. അപ്പോൾ ആ ആന്ത്രോസോയിഡ് ഫ്യൂസസ് വിത്ത് ദ എഗ്ഗ്. അപ്പോൾ ആന്ത്രോസോയിഡ് എഗ്ഗുമായി ഫ്യൂസ് ചെയ്ത് അവിടെ, ഇപ്പോൾ ഇത് n ആണ്, ഹാപ്ലോയിഡാണ്, n ആണ്. അപ്പോൾ അവിടെ ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും. ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഫെർട്ടിലൈസേഷൻ. ഇനി ആ ഡിപ്ലോയിഡ് സൈഗോട്ട് എന്താ സംഭവിക്കുക? ഡിപ്ലോയിഡ് സൈഗോട്ട് undergo division to produce a multicellular diploid sporophyte. അങ്ങനെ അതിൽ നിന്നും മൾട്ടി സെല്ലുലാർ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇതതിൻ്റെ റൂട്ട് ലൈഫ് ഭാഗമാണ്, ഇതതിൻ്റെ ലീഫ് ലൈഫ് ഭാഗമാണ്, ഇതതിൻ്റെ സ്റ്റെമ്മ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഘടന ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടു. ഇതാണ് സ്പോറോഫൈറ്റ്. ഇത്രയും ഭാഗമാണ് സ്പോറോഫൈറ്റ്. അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്.
ഇതാണ്, ഇത്രയും ഗാമറ്റോഫൈറ്റ് ആണ്, ഇത്രയും സ്പോറോഫൈറ്റ് ആണ്. ഇനി ഈ സ്പോറോഫൈറ്റിൽ 3 ഭാഗങ്ങളുണ്ട്. ഈ ഭാഗമാണ് ഫൂട്ട് എന്ന് പറയും. ഇത് ഫൂട്ട്. ഒന്നാമത്തെ ഭാഗമാണ് ഫൂട്ട്. സ്പോറോഫൈറ്റിൻ്റെ ആരംഭം ഇവിടെയാണ്. ആ ആരംഭത്തെ നമ്മൾ ഫൂട്ട് എന്ന് വിളിക്കുന്നു. നീളമുള്ള ഭാഗം ഇതാണ് സീറ്റ, പിന്നെ ക്യാപ്സ്യൂൾ. അപ്പോൾ സ്പോറോഫൈറ്റിന് 3 ഭാഗങ്ങളാണ്. ഈ പാർട്ട് ഇതാണ് ഫൂട്ട് എന്ന് പറയുമ്പോൾ അത് ഇത്രയും ഭാഗമാണ് ഗാമറ്റോഫൈറ്റ്, ആദ്യം രൂപം കൊള്ളുന്ന ഭാഗമാണ്. അപ്പോൾ ആ ഗാമറ്റോഫൈറ്റിൽ ഇത് മൊത്തം നമ്മൾ പറഞ്ഞാൽ സ്പോറോഫൈറ്റ് ആണ്. അപ്പോൾ ഇത് ഇത്രയും ഗാമറ്റോഫൈറ്റ്, അതിനകത്ത് സ്പോറോഫൈറ്റ് ഉണ്ടാകും. കാരണം ഇവിടെ ആർക്കിഗോണിയമാണ്, ഇവിടെ സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ടാണ് സ്പോറോഫൈറ്റ് ആയിട്ട് മാറുക. അപ്പോൾ ഈ സ്പോറോഫൈറ്റിനെ ഇവിടെ ഉറപ്പിക്കുന്ന ഭാഗമാണ് ഫൂട്ട്. ഇനി അതിൻ്റെ നീളമുള്ള ഈ സ്ലെൻഡർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സീറ്റ. ഇനി ടിപ്പിലുള്ള ഈ ബൾജ്ഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സ്യൂൾ. അപ്പോൾ 3 ഭാഗങ്ങൾ സ്പോറോഫൈറ്റിന്: ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. അപ്പോൾ ഇത് ഡിപ്ലോയിഡ് ആണ്. അപ്പം സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആകാൻ കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ഡിപ്ലോയിഡ് സൈഗോട്ട്. ഇനി അടുത്ത പോയിന്റ്. അപ്പോൾ 9ാമത്തെ പോയിന്റ്, ദ സ്പോറോഫൈറ്റ്. ഈ സ്പോറോഫൈറ്റിലെ ക്യാപ്സ്യൂളിൽ റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് അതെന്താണ്? അപ്പോൾ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിന് മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് സെൽ ഡിവിഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മൈറ്റോസ്, മിയോസ് ഒക്കെ അന്നേരം പഠിക്കും. അപ്പോൾ ഇത്രയും ഓർക്കുക, ഡിപ്ലോയിഡായ സ്പോറോഫൈറ്റിൽ മിയോസിസ് നടക്കുമ്പോൾ ഹാപ്ലോയിഡ് സ്പോർട്സുകൾ രൂപം കൊള്ളും. അപ്പോൾ ഡിപ്ലോയിഡിനെ ഹാപ്ലോയിഡാക്കി മാറ്റുന്ന ഡിവിഷനാണ് മിയോസിസ്, അതാണ് റിഡക്ഷൻ ഡിവിഷൻ. അപ്പോൾ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിൽ നിന്ന് ഹാപ്ലോയിഡ് സ്പോർട്സ് ഉണ്ടാകും. ഇനി ഈ ഹാപ്ലോയിഡ് സ്പോർട്സ് ഇതിനകത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് മണ്ണിൽ പതിക്കുകയും ആ ഹാപ്ലോയിഡ് സ്പോറിൽ നിന്നും ഹാപ്ലോയിഡ് സ്പോർ in the soil germinate to produce haploid gametophyte. അപ്പോൾ നമുക്ക് ബ്രയോഫൈറ്റ് എടുക്കുകയാണെങ്കിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ റിയൽ പ്ലാൻ ബോഡി. ഇതെല്ലാം ഗാമറ്റോഫൈറ്റ് ആണ്. കാരണം ഇതെല്ലാം ഗാമീറ്റാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതേപോലെ തന്നെ ഹാപ്ലോയിഡുമാണ്. അപ്പോൾ ഗാമീറ്റ് ഹാപ്ലോയിഡ്, ആ സൈഗോട്ട് രൂപം കൊള്ളുമ്പോഴാണ് ഡിപ്ലോയിഡ് ഉണ്ടാവുക. ആ ഡിപ്ലോയിഡ് സൈഗോട്ടിൽ നിന്നാണ് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഉണ്ടാവുക. അപ്പോൾ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മിയോസിസ് നടന്ന് അതിനകത്ത് ഹാപ്ലോയിഡ് സ്പോർ ഉണ്ടാകും. വീണ്ടും അതിൽ നിന്നും ഗാമറ്റോഫൈറ്റ് ഉണ്ടാകും. ഇനി നമുക്ക് ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ യൂസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും വളരെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസസ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിൻ്റെ സാമ്പത്തിക പ്രാധാന്യം ഓർക്കുക. നിങ്ങൾക്ക് നോട്ട്സ് കൂടെ ഇതിനകത്ത് നിന്ന് എഴുതിയെടുക്കുക. ഞാനിങ്ങനെ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ നോട്ട്സ് എൻ്റെ കൂടെ എഴുതി പോകാവുന്നതാണ്. 1. The bryophytes normally used as food for herbaceous mammals, birds and other animals. Food for herbaceous mammals, birds and other animals. ചെറിയ ജീവികളിലും അല്ലെങ്കിൽ ഹെർബുമായി ബന്ധപ്പെട്ട മാമൽസ് അല്ലെങ്കിൽ കുറ്റിച്ചെടികളുമായി ബന്ധപ്പെട്ട മാമൽസ്, ബേർഡ്സ് ആൻഡ് അതർ അനിമൽസിൻ്റെ ഫുഡായിട്ട് ഇതിനെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ യൂസ്ഡ് ആസ് ഫുഡ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ബ്രയോഫൈറ്റ് ഉണ്ട്, സ്പാഗ്നം എന്ന് പറയും. അതിനെ പീറ്റ് മോസ് എന്ന് പറയും. കാരണം പീറ്റ് എന്ന് പറയുമ്പോൾ ഈ തടികളൊക്കെ മണ്ണിനടിയിലകപ്പെട്ട് അത് ഒരു കറുത്ത രൂപത്തിലുള്ളൊരു ഫോമായി മാറും. അത് നമുക്ക് ഫ്യൂവലായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഇതും അത് തന്നെ ഒരു മാറ്റ് പോലെയായി മാറും. അതുകൊണ്ട് ഇതിനെ സ്പാഗ്നം അല്ലെങ്കിൽ പീറ്റ് ആയി മാറുന്നത് കൊണ്ട് ഇതിനെ പീറ്റ് മോസ് എന്ന് പറയും. ഇതിനെയും വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ, ഇത് ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട്. യൂസ്ഡ് ആസ് ഫ്യൂവൽ ആൻഡ് ആൾസോ പാക്കേജിങ് മെറ്റീരിയൽ.
packaging material, or transshipment of living material, or transshipment of living material, ജീവനുള്ള വസ്തുക്കൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്താൻ വേണ്ടി ഉള്ള ഒരു പാക്കേജിങ് മെറ്റീരിയലായിട്ട് ഇത് ഉപയോഗിക്കും. കാരണം ഇതിന് വാട്ടർ ഹോൾഡിംഗ് ബിക്കോസ് ദ കപ്പാസിറ്റി ടു ഹോൾഡ് വാട്ടർ, ബിക്കോസ് ദെയർ കപ്പാസിറ്റി ടു ഹോൾഡ് വാട്ടറിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുള്ളതുകൊണ്ട് ഈ ജീവനുള്ള വസ്തുക്കളുടെ ട്രാൻസ്ഷിപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ആ ട്രാൻസ്പോർട്ടേഷൻ അതിലെ പാക്കിംഗ് മെറ്റീരിയലായിട്ട് ഈ സ്പാഗ്നം എന്ന ബ്രയോഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം ഫ്യൂവലായിട്ടും ഉപയോഗിക്കും. അതുകൊണ്ട് ഇതിനെ പീറ്റ് മോസ് എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂന്നാമത്തത് മോസസ് വിത്ത് ലൈക്കൻ. നമ്മൾ നേരത്തെ ലൈക്കൻ പഠിച്ചിട്ടുണ്ട്. മോസസ് പ്ലസ് ലൈക്കൻ, LICHEN നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഇനി പഠിക്കും. നമ്മൾ ഈ പാറ പോലുള്ള ബെയറിൻ്റെ തരിശ് ഏരിയയിൽ പ്ലാൻ ഫോർമേഷൻ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ സെക്കൻഡ് ഇയർ വീണ്ടും പഠിക്കുന്നുണ്ട്. അതിനെ പ്ലാൻ ഫോർമേഷൻ എന്നോ പ്ലാൻ സക്സഷൻ എന്നോ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ബെയർ ഏരിയയിൽ ആദ്യം വന്ന് വരുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ പൈനിയേഴ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ഓഫ് പ്ലാൻ ഫോർമേഷൻ. അപ്പോൾ ഈ സ്ഥലങ്ങളിലെ ആരംഭകർ എന്ന് പറയുന്നത് ഈ മോസും അതോടൊപ്പമുള്ള ലൈക്കൻസും ആയിരിക്കും. അപ്പോൾ ഇതിനെ പ്ലാൻ ഫോർമേഷൻ, ഇത് റോക്കാണ്. അപ്പോൾ ഇത് പൈനിയേഴ്സ് എന്നാണ്, ആരംഭകർ എന്ന് പറയുക, അല്ലെങ്കിൽ ബിഗിനേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള തരിശ് ഭൂമി, പാറ പോലുള്ള തരിശ് ഭൂമിയിൽ ആദ്യം പിടിക്കുക, അല്ലെങ്കിൽ ആ റെയർ കണ്ടീഷനിൽ പിടിച്ച് ജീവിക്കാൻ കഴിയുള്ളവർ ഈ മോസും അല്ലെങ്കിൽ അതിൻ്റെ ലൈക്കനുമായിരിക്കും. അപ്പോൾ അവരെ അതുകൊണ്ട് ബിഗിനേഴ്സ് എന്ന് പറയും. ഇതതിൻ്റെ യൂസസ് ആണ്. ഇനി നമുക്ക് ബ്രയോഫൈറ്റ്സിനെ 2 ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറയുകയുണ്ടായി. അതൊന്ന് ലിവർവർട്സ് ആണ്, 2 മോസാണ്. ഇനി എന്താണ് ഇപ്പോൾ നമ്മളെ വ്യത്യാസമൊന്നും നമ്മൾ പറയുകയുണ്ടായി, ശ്രദ്ധിക്കാം. അപ്പോൾ ബ്രയോഫൈറ്റ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻടു 2 ഗ്രൂപ്പ്സ്. ബ്രയോഫൈറ്റ്സ് 2 ഗ്രൂപ്പ്സ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ലിവർവർട്സ് ആണ്, ലിവർവർട്സ് ആൻഡ് മോസസ്. ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് ഇവയുടെ ബോഡിയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ലിവർവർട്സിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഡോർസി വെൻട്രൽ ആണ്. ഞാൻ നേരത്തെ പറയുകയുണ്ട്, ഇങ്ങനെ ഇരിക്കുകയാണ് ഡോർസി വെൻട്രൽ. ഫ്ലാറ്റൻഡ് എന്ന് പറയുന്നത് ഇത് മാർക്കാൻഷ്യയാണ്. ഇത് പരന്നിരിക്കുകയാണ്. ഇത് അതിൻ്റെ പ്രതൽ അല്ലെങ്കിൽ സബ്സ്ട്രാറ്റുമായി ഇങ്ങനെ അടുത്തിരിക്കും. ഇത് ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നു. എന്നാൽ ഇത് മോസാണ്. മോസ് എന്ന് പറയുമ്പോൾ അത് എറക്റ്റാണ്. ഇത് മോസാണ്. ഇതാണ് സ്പാഗ്നോ, നമ്മൾ പീറ്റ് മോസ് എന്ന് പറഞ്ഞത്. ഇത് എറക്റ്റാണ്. അപ്പോൾ അതിനകത്ത് ലീഫിലേക്ക്, റൂട്ടിലേക്ക്, സ്റ്റെമ്മിലേക്ക് സ്ട്രെച്ചേഴ്സും കാണപ്പെടും. അപ്പോൾ മോസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലിവർവർട്സ് എന്ന് പറഞ്ഞാൽ ബോഡി ഡോർസി വെൻട്രലാണ്. എന്നാൽ മോസിനാണെങ്കിൽ 2 ബോഡി വിത്ത് 2 സ്റ്റേജസ് ഉണ്ട്. ബോഡി വിത്ത് 2 സ്റ്റേജസ്. മോസിന് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് പ്രോസ്ട്രേറ്റ് ആണ്. അത് പടർന്നു കിടക്കും. പ്രോസ്ട്രേറ്റ് ഗ്രീൻ ഫിലമെൻ്റസ് സ്റ്റേജാണ്. മണ്ണിലിങ്ങനെ അത് പടർന്ന് ഇങ്ങനെ ഫിലമെൻ്റ് പോലെ ഇങ്ങനെ ബ്രാഞ്ചഡ് ആയിട്ട് കാണപ്പെടും. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോണിമ. സ്പോർ വളർന്നുണ്ടാകുന്ന ആദ്യത്തെ സ്റ്റേജാണ് പ്രോട്ടോണിമ. ഇത് പ്രോസ്ട്രേറ്റ് ഗ്രീൻ ഫിലമെൻ്റ് സ്റ്റേജാണ്. ഇത് ആൽഗ പോലൊക്കെ കാണപ്പെടുന്നതൊക്കെ പറയുന്നുണ്ട്. അത് സ്റ്റേജാണ്, പക്ഷേ ഇത് പ്രോട്ടോണിമ സ്റ്റേജാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോണിമയിൽ നിന്നുമാണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട എറക്റ്റ് ലീഫി സ്റ്റേജ് ഉണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എറക്റ്റ് ലീഫി സ്റ്റേജാണ്.
അപ്പോൾ ഇതിന് 2 സ്റ്റേജ്, ഒന്ന് പ്രോസ്റ്റേറ്റ് ഗ്രീൻ ഫിലമെൻ്റ് സ്റ്റേജ്, അതിങ്ങനെ പടർന്ന് കിടക്കുന്നു, അതിനെ പ്രോട്ടോണിമി എന്ന് പറയുന്നു. 2 അതിൽ നിന്ന് എറക്റ്റായിട്ട് ലംബമായിട്ട് മേലോട്ടുള്ള സ്റ്റേജ് ഉണ്ട്, അതിനകത്ത് ലീഫ് ലൈക്ക് സ്ട്രക്ചറാണുള്ളത്, അതുകൊണ്ട് അതിനെ എറക്റ്റ് ലീഫി സ്റ്റേജ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ പ്രത്യേകത, ലിവർ ബഡ്സിൽ ഒരു സ്പെഷ്യലൈസ്ഡ് എസെക്ഷൽ ബഡ്സ് ഉണ്ടാകും. റീപ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഇത് ഡോർസൽ വെൻട്രലിലെ ബോഡിയാണ്. ഈ ബോഡിയിലായിട്ട് ചില എസെക്ഷൽ ബഡ്സുകൾ രൂപം കൊള്ളും, കപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് രൂപം കൊള്ളും. ആ കപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് ജെമ്മ അല്ലെങ്കിൽ ജെമ്മെ. അപ്പോൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ asexual reproduction by the formation of green asexual buds. Asexual buds ആണ്. അവയെ വിളിക്കുന്ന പേരാണ് ജെമ്മെ. സിംഗുലർ ജെമ്മ, പ്ലൂറൽ ജെമ്മെ. ഇനി ഇത് രൂപം കൊള്ളുന്നത് ചില റിസെപ്റ്റക്കിളാണ്. അതിനകത്ത് ചില റിസെപ്റ്റക്കിൾ പോലുള്ള ഭാഗങ്ങളുണ്ട്. ആ റിസെപ്റ്റക്കിളിനെ വിളിക്കുന്ന പേര്, അപ്പോൾ ജെമ്മെ ഡെവലപ്പ് ഓൺ റിസെപ്റ്റക്കിൾസ്. അതിനെ വിളിക്കുന്ന പേരാണ് ജെമ്മ കപ്പ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ജെമ്മ കപ്പ് എന്ന് പറയുക. അപ്പോൾ അതിന് എക്സാമ്പിളാണ് മാർക്കാൻഷ്യ. നിങ്ങൾ ഈ പടത്തിൽ കാണുന്നുണ്ട്, ഇത് ജെമ്മ കപ്പാണ്. ഇതാണ് ജെമ്മയുണ്ട്, ജെമ്മ കപ്പ്, അതിനകത്ത് ജെമ്മയുണ്ട്. അത് എസെക്ഷൽ ബഡ്സ് ആണ്. ഇത് ഡിറ്റാച്ച് ചെയ്ത് പോയാൽ, മുറിഞ്ഞു പോയി മണ്ണിൽ പതിക്കുകയാണെങ്കിൽ അത് വീണ്ടും കിളിക്കും. അതുകൊണ്ടാണ് ഇതിനെ എസെക്ഷൽ ബഡ്സ് എന്ന് പറയുക. എന്നാൽ നമ്മൾ മോസസ് ആണെങ്കിൽ ഈ ജെമ്മ റെയർലി ഫൗണ്ട് ആണ്. ജെമ്മ ഇവിടെ റെയർലി ഫൗണ്ട് ആണ്, സാധാരണയിൽ കാണപ്പെടുകയില്ല, റെയർലി ഫൗണ്ട് ആണ്. അപ്പോൾ അതാണ് ലിവർ ബഡ്സും മോസും നമ്മൾ വ്യത്യാസം. അപ്പോൾ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഇത് ലിവർ ബഡ്സ് ആണ്, മാർക്കാൻഷ്യയാണ്. ഇത് ആർക്കിഗോണിയം, ഇത് നമ്മൾ ഫീമെയിൽ സെക്സ് ഓർഗാനാണ്. അത് ഈ ആർക്കിഗോണിയത്തെ താങ്ങുന്ന ഈ സ്റ്റോക്കിനെ ആർക്കിഗോണിയോ 4 എന്ന് പറയും. ഇത് മെയിൽ സെക്സ് ഓർഗാനാണ്, അത് ആന്ത്രിഡിയോ 4 ആണ്. അപ്പോൾ ഇത് ആർക്കിഗോണിയം ആന്ത്രിഡിയം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ആർക്കിഗോണിയോ 4 ആണ്, ഇത് ആന്ത്രിഡിയോ 4 ആണ്. ഇനി ഇത് റൈസോയിഡ് എന്ന് വെച്ചാൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചറാണ്, അത് മണ്ണിൽ ഇതിനെ ഉറപ്പിച്ച് നിർത്താം. അപ്പോൾ ഇത് പരന്നതായത് കൊണ്ട് തന്നെ എൻ്റെ ഡോർസൽ സൈഡിലായിട്ടായിരിക്കും റൈസോയിഡ് കാണുക. ഇനി ഇവിടെയാണ് എറക്റ്റ് പോർഷനാണ്, അപ്പോൾ ഇത് റൈസോയിഡ് അല്ലെങ്കിൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ. ഇനി എക്സാമ്പിൾസ് ലിവർ ബഡ്സിന് എക്സാമ്പിളാണ് നമ്മൾ ഈ കണ്ടതാണ്. ലിവർ ബഡ്സിന് എക്സാമ്പിൾ മാർക്കാൻഷ്യ, ഓർക്കുക, സിയ, ഇതൊക്കെ ലിവർ ബഡ്സിന് എക്സാമ്പിളാണ്. ഇനി മോസിന് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടു. ഇത് മോസ്, ഇത് ഫിനേറിയ, ഇത് സ്പാക്കിനം. അപ്പം മോസിന് എക്സാമ്പിൾ ഫിനേറിയ, നമ്മൾ പറഞ്ഞു പീറ്റ് മോസ് അല്ലെങ്കിൽ സ്പാഗിനം, SPHAGNUM, സ്പാഗിനം. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, പോളിട്രിക്കം. ഇത് മോസസിന് എക്സാമ്പിളാണ്. അപ്പം നമ്മൾ ഈ പടവും കൂടെ ശ്രദ്ധിക്കുക. ടെക്സ്റ്റിലുള്ള പടമേ ചോദിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഈ നോട്ട്സ് ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വളരെ പതുക്കെയാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പെല്ലിംഗ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇത് നോക്കിയെടുക്കാവുന്നതാണ്. ഡയഗ്രാംസ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഡയഗ്രാം മാത്രം നോക്കിയാൽ മതി, അത് മാത്രമേ ചോദിക്കുകയുള്ളൂ, ഔട്ട് സൈഡൊന്നും ചോദിക്കില്ല. അപ്പോൾ ഫോക്കസ് പോയിന്റിലുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ ടെറഡോഫൈറ്റും അതേപോലെ ജിംനോസ്പം, ആൻജിയോസ്പമാണ്. അപ്പോൾ അത് ഫോക്കസ് പോയിന്റ് ഇല്ല എങ്കിൽ തന്നെ അത് നമ്മൾ പാഠമെന്ന നിലയിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടാവും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം.